നിങ്ങൾ അളവിലും തൂക്കത്തിലും പൂർത്തീകരിച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴും അവരേക്ക് ഇങ്ങോട്ട് മേടിക്കുമ്പോഴും രണ്ടാണെങ്കിലും തുല്യമായ നീതിയോടെ തന്നെയായിരിക്കണം. കുറവുണ്ടാക്കാൻ പാടില്ല. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും, ജനങ്ങളുടെ വസ്തുക്കൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്താൻ പാടില്ല. കുറവുണ്ടാക്കാൻ പാടില്ല. ഒരാളേക്കൊന്ന് 100 മില്ലി 100 ഗ്രാം ഇങ്ങോട്ട് പിടിച്ചു, അങ്ങനെ 10 ആളേക്കൊന്ന് പിടിച്ചാൽ 1 കിലോ കിട്ടിയല്ലോ. അങ്ങനെ ജനങ്ങളുടേക്കെന്ന് നിങ്ങൾ ഇങ്ങനെ അവരുടെ സമ്പത്ത്, അവരുടെ വസ്തുക്കളെ കുറച്ചുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുത്. പിന്നെ പറഞ്ഞു വലാ തുഫ്സിദുൽ അർള ബഅദ ഇസ്ലാഹിഹാ, നാട്ടിൽ ഇസ്ലാഹും നന്മയും ഉണ്ടായതിനു ശേഷം ഇവിടെ വീണ്ടും നിങ്ങൾ ഇനി ഓരോ കുഴപ്പങ്ങളും ഫസാദും ഉണ്ടാക്കരുത്. കുഴപ്പക്കാരാകരുത്, പിടിച്ചുവരുണ്ടാകരുത്, അക്രമം ഉണ്ടാകരുത്, വഴി തടയരുത്. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഇദൂൻ, ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും പേടിപ്പെടുത്താനും വേണ്ടി വഴിയോരങ്ങളിൽ നിങ്ങൾ പോയി ഇരിക്കരുത്. ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് കയറി വന്നു. വഴിയാത്രക്കാരെ, വഴികളിൽ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന്. സഹോദരങ്ങളെ, കച്ചവടത്തിൽ ഇത്തരത്തിലുള്ള ചതിയും വെട്ടിപ്പൊക്കെ നടത്തുന്ന ആദ്യത്തെ സമൂഹമായി മദിയൻകാര് മാറുകയാണ്. ഇത് ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും ഇത് താക്കീതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ഇത് കൊടുത്തുകൊണ്ടാ അല്ലാഹു കൊടുത്തത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. ശ്രദ്ധിക്കാനാണ്. വൈലുൽ ലിൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലൂ അലന്നാസി യസ്തൗഫൂൻ. നാശമുണ്ട്, നരകമുണ്ട്. എന്ത് വിഷയത്തിലാണ്? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവർ, മായം കലർത്തുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ എല്ലാം ആ കാറ്റഗറിയിൽ പെട്ടു. എന്നിട്ട് ഖുർആൻ അവരെ പറ്റി പറഞ്ഞു, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. നീ എന്താ വിചാരിച്ച് ഈ ദുനിയാവിൽ കിട്ടുന്ന 2 റുപ്യന്റെ 3 റുപ്യന്റെ ലാഭം കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു വിചാരിച്ചോ? നാളെ പരലോകത്ത് നിങ്ങളെ ഉയർത്തെഴുന്നേൽക്കൂലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്കുള്ളത് തരാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസമായിരിക്കും. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുമ്പിൽ പോയി കണക്ക് ബോധ്യപ്പെടുത്തേണ്ടുന്ന നിൽക്കേണ്ടുന്ന ദിവസം. നമ്മൾ ചെയ്തു കൂട്ടിയ ഒരു 10-25 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു കച്ചവടക്കാരനാണെങ്കിൽ അയാൾ ആ രംഗത്ത് സൂക്ഷ്മതയും ശ്രദ്ധയും കാണിച്ചില്ലെങ്കിൽ എത്ര മറുപടി പറയേണ്ടി വരും? അയാൾ തുടങ്ങി വെച്ച കച്ചവട ശൃംഖലയിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങളും അനിസ്ലാമികമായ പ്രവണതകളും ഒക്കെ അദ്ദേഹം എത്രമാത്രം സഹിക്കേണ്ടി വരും ആലോചിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജനങ്ങളോടെല്ലാം ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അത് നല്ലതല്ല. ആ ലാഭം മുന്നോട്ട് പോകൂല, അതിന് ബർക്കത്തുണ്ടാവൂല. അവരോട് പറഞ്ഞു, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും, അല്ലാഹുവിൽ നിന്ന് ബാക്കിയായി കിട്ടുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. വമാ അന അലൈക്കും ബിഹഫീർ, ഞാനൊരു പ്രവാചകനാണ്, പക്ഷേ എനിക്ക് നിങ്ങളെ പൂർണ്ണമായ സംരക്ഷണം സാധ്യമല്ല. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ആരൊക്കെ എത്ര തൂക്കുന്നുണ്ട്, എത്ര നോക്കുന്നുണ്ടെന്നൊന്നും എനിക്ക് നോക്കാൻ കഴിയില്ല. അല്ലാഹുവാണ് അതിനൊക്കെ സാധിക്കുന്നത്. പക്ഷെ ഒന്നുറപ്പാണ്, നിങ്ങൾക്കത് ഖൈറുണ്ടാക്കൂല. ആ ജനങ്ങളുടെ അരികിൽ നിന്ന് സമ്പത്ത് അമിതമായി അല്ലെങ്കിൽ അന്യായമായി കൈപ്പറ്റിയത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന, പള്ളിയിലിരിക്കുന്ന കച്ചവടക്കാർ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, അതൊക്കെ അവരെ പറ്റിയല്ലേ, ഞങ്ങൾക്കിതെന്തു ബാധകം? ഉലമാക്കന്മാർ രേഖപ്പെടുത്തുക, പരലോകത്ത് വരും എന്നാണ് ഖുർആൻ കച്ചവടക്കാരുടെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അവിടെ ഒരു ദിവസം കണക്കും ലാഭവും നഷ്ടമൊക്കെ നോക്കുന്ന ഒരു ദിവസം വരാണ്ട്. അനീതിയും തട്ടിപ്പും എവിടെയുണ്ടോ ആ കച്ചവടം ഒരിക്കലും ഇസ്ലാമിക മാനദണ്ഡം പാലിക്കൂല. അനിസ്ലാമിക കച്ചവട രീതികൾ നടപ്പിലാക്കുന്നുണ്ടോ, വിൽക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നുണ്ടോ, അയാൾ കുറ്റക്കാരനാണ്, അയാൾ അനുഭവിക്കേണ്ടി വരും. കടയിലേക്ക് വരുന്ന കസ്റ്റമറിനോട് മാന്യമായി മര്യാദയോടെ നമുക്ക് പെരുമാറാനും അയാളെ തൃപ്തിപ്പെടുത്താനും
നമുക്ക് സാധ്യമാകുന്നുണ്ടോ? കടയിലുള്ള സ്റ്റാഫുകളോട് മാന്യമായ ശമ്പളത്തിലും നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവന്റെ നമസ്കാരത്തിലും ഭക്ഷണത്തിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കച്ചവടക്കാരാകുന്ന ആളുകൾ പലപ്പോഴും പരാതിയോടെ പറയാറുണ്ട്, ഹോൾസെയിൽ കടയിൽ നിന്ന് ചെറിയ കടകളിലേക്ക്, റീറ്റെയിൽ കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകും. പിന്നീട് കളക്ഷന് വേണ്ടി കാശ് കളക്ട് ചെയ്യാൻ വരുന്നൊരു മനുഷ്യണ്ടാകും. അദ്ദേഹത്തോട് വെറുപ്പോടെ ദേഷ്യത്തോടെ ആട്ടിപ്പറഞ്ഞയക്കുന്ന ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. പണല്ല, ഈ നാളെ വാ, നാളെ വരും, മറ്റന്നവാ എന്ന് പറഞ്ഞ് ആട്ടിപ്പറഞ്ഞയക്കുന്നവന്റെ ഒരു ദുരവസ്ഥ മാന്യത കൈവിട്ട കച്ചവടക്കാരനായി നാം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക.